തുടരും. സംവിധാനം തരുൺ മൂർത്തി. തരുൺ മൂർത്തിക്ക് ലാലേട്ടനെ കൈ കിട്ടിയപ്പം എന്താണോ ആവശ്യമുള്ളത് അത് കറക്റ്റിന് എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ലാലേട്ടൻ്റെ ഇതേപോലുള്ള പെർഫോമൻസ്. അത് നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടുന്നുണ്ട്. കാസ്റ്റ് ലിസ്റ്റിലോട്ട് വരുവാണെങ്കിൽ മോഹൻലാൽ, ശോഭന, മണിയമ്പിള്ള രാജു, ഇർഷാദ് അലി, തമിഴിൽ നിന്ന് ഭാരതി രാജ, അങ്ങനെ കുറേ പേര് ഈ പടത്തിലുണ്ട്. പിന്നെ കാസ്റ്റ് ലിസ്റ്റ് പറയുമ്പോൾ ഇതിൽ നമ്മുടെ ലാലേട്ടൻ്റെ കാറ്, അതും ശരിക്കും പടത്തിൽ ഒരു കഥാപാത്രം തന്നെയാണ്. മെയിൻ വില്ലനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മ. പുള്ളിയെ നമ്മൾ പടത്തിലൊന്നും കണ്ടിട്ടില്ലായിരിക്കും. പുള്ളി ഒരു പരസ്യ സംവിധായകനാണ്. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് നല്ല കിടിലം പെർഫോമൻസ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ, അത്തരത്തിലുള്ള പെർഫോമൻസ്. പഴയകാല നട NF വർഗീസിനെയൊക്കെ ചില സീൻസിൽ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ബാക്കി എല്ലാവരും, ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ട. നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു ട്രാൻസ്ഫർമേഷൻ സീനൊക്കെ, അതൊക്കെ തിയേറ്ററിൽ വന്നപ്പോൾ ഭയങ്കര കൈയടിയായിരുന്നു. അതായത് നമ്മൾ മാസ് സീൻസും ഫൈറ്റ് സീൻസും ഒന്നും അല്ലാതെ ഇത്തരത്തിൽ പെർഫോമൻസ് കണ്ട് കൈയടിക്കുന്ന മൊമെൻറ്റ്സ് ഒക്കെ തിയേറ്ററിൽ കണ്ടിട്ട് കുറേ കാലമായി. പിന്നെ ഫൈറ്റ് സീനിലൊക്കെ ലാലേട്ടൻ്റെ പെർഫോമൻസ് നമ്മൾ പറയണ്ടല്ലോ. അപ്പം ലാലേട്ടൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താവോ ആ രീതിയിലെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വന്ന പടം നമ്മളൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ മൂഡിൽ ഇങ്ങനെ പോവുകയാണ്. അതിൽ തന്നെ ചെറിയ ചെറിയ തമാശകൾ, പിന്നെ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ സീൻസ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഇതൊരു ത്രില്ലർ മോഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് കഥ. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം ഒരു പീക്ക് ലെവലിലോട്ട് എത്തിയിട്ട് പടം അവസാനം വരെ അങ്ങനെ തന്നെ പോവുകയാണ്. അതിൻ്റെ കൂടെ ജഗ്സ് വിജയുടെ മ്യൂസിക്, പടത്തിൽ എവിടൊക്കെ കൈയടി കിട്ടിയിട്ടുണ്ടോ ആ സീൻസ് എല്ലാം എലിവേറ്റ് ചെയ്യുന്നതിൽ ജഗ്സ് വിജയുടെ മ്യൂസിക് ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ സോങ്സ് എല്ലാം തന്നെ കറക്റ്റ് പ്ലേസ്ഡ് ആയിരുന്നു. എല്ലാ സോങ്സും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ് തുടരും. അപ്പോൾ ഈ പടത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.